രണ്ടുപേർ തമ്മിലുള്ള പ്രശ്നത്തിനിടയിലേക്ക് മൂന്നാമതൊരാൾ വരുന്ന കാര്യം പലപ്പോഴും സംഭവിക്കുന്നത് ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പിൻ്റെ പാറ്റേണിലാണത്. നവദമ്പതികൾക്കിടയിലും മറ്റുള്ളവരുടെ ഇടയിലും അത് സംഭവിക്കാം. ബന്ധുജനങ്ങളാകാം, അല്ലെങ്കിൽ മാതാപിതാക്കൾ തന്നെയാകാം, സഹോദരങ്ങളാകാം, അടുത്ത സുഹൃത്തുക്കളാകാം. ഇത് ആര് കടന്നു വന്നാലും നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആ വരുന്നയാൾക്കൊരു പക്വതയുണ്ടോ, പാകതയുണ്ടോ, അയാളുടെ വ്യക്തിത്വം പ്രശ്നം ഉണ്ടാക്കുന്ന തരത്തിലുള്ളതാണോ, പ്രശ്നം പരിഹരിക്കുന്ന തരത്തിലുള്ളതാണോ എന്ന് നാം അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ചില ആളുകൾ കാര്യങ്ങളിൽ ഇടപെട്ടിട്ട് പലപ്പോഴും അത് അസ്വസ്ഥത കൂടുതലാക്കിയിട്ട് ആ പ്രശ്നങ്ങൾ കൂടുതൽ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന തരത്തിലേക്കൊക്കെ ആക്കുന്നത് നമ്മൾ കാണാറുണ്ട്. ഈ അടുത്ത കാലത്ത് വന്നൊരു ഫാമിലി കൺസൾട്ടേഷനിൽ ആക്ച്വലി ഹസ്ബൻഡും വൈഫിനും ഇരുന്ന് സംസാരിച്ച് സൊല്യൂഷൻ കണ്ടെത്താവുന്ന ചില മാറ്ററായിരുന്നു. പക്ഷേ അതിലേക്ക് ഇടപെട്ട ഒരു അമ്മാവൻ, അതിലേക്ക് ഇടപെട്ട മറ്റൊരു സുഹൃത്ത്, ഇവരുടെയൊക്കെ ചില ഇടപെടലുകൾ, ഇവരുടെ കമൻറ്റുകൾ, ഇവരുടെ ഇൻ്റർപ്രിട്ടേഷൻസ് ഇതിവരെ സ്വാധീനിക്കുകയും അവർ തമ്മിലുള്ള സ്പർദ്ധ വർദ്ധിക്കുകയും ഒക്കെ ചെയ്തൊരു സാഹചര്യത്തിൽ അവസാനം കുടുംബബന്ധം തകരുമെന്നുള്ളൊരവസ്ഥ വന്നപ്പോൾ അവർ മനഃശാസ്ത്ര വിദഗ്ധൻ്റെ ഒരു സഹായം തേടി വന്ന ഒരു അനുഭവമാണ് ഉണ്ടായത്. തീർച്ചയായിട്ടും നിങ്ങളുടെ ഇടയിലുള്ള പ്രശ്നം പരിഹരിക്കാൻ നിങ്ങളുടെ ഇടയിൽ തന്നെ ചർച്ച ചെയ്ത് പരിഹരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പ്രശ്നപരിഹാരത്തിൻ്റെ സാധ്യത തേടാൻ സാധിക്കുന്ന റിലേഷൻഷിപ്പ് വിദഗ്ധനെയോ ഒരു മനഃശാസ്ത്ര വിദഗ്ധനെയോ സമീപിച്ച് തന്നെ പരിഹരിക്കുന്നതാണ് ഉചിതം. അത്തരത്തിൽ ഉള്ള സമീപനങ്ങളിലൂടെ നമ്മളുടെ ബന്ധങ്ങളെ ശക്തമാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും.